ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു വാനില കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. കേക്ക് ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ ഇതുമേ ഉപയോഗിച്ചിട്ടുള്ള ക്രീം എന്ന് പറഞ്ഞാൽ ബട്ടർ ക്രീമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് വീഡിയോ നോക്കാം. അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം നമ്മൾ കുറച്ച് വലിയൊരു മിക്സിംഗ് ബൗൾ എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 3 മുട്ട, 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഒരു 1/4 കപ്പ് എടുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂണോളം വാനില എസൻസ്, ഇവയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ക്രീമി ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്യണം. പിന്നെ ഞാനിപ്പോൾ ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്യണത്. ഇതില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ടോ വിസ്ക് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് കിട്ടണം, എന്നാലേ മുട്ടയുടെ ആ പച്ച സ്മെല്ലും ടേസ്റ്റും അങ്ങോട്ട് പോയി കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടാണ് ഇതിനെ ചേർക്കുന്നത്. ആദ്യം അരിപ്പയിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് മൈദപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണോളം ഉപ്പ്, ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് താഴെയുള്ള ബാറ്ററിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ പതുക്കെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ബീറ്റർ ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരില്ല. അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെ പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഈ സെയിം ബാറ്റർ നിങ്ങൾക്ക് ഓവനിലോ കുക്കറിലോ അല്ലെങ്കിൽ പാനിലോ ഒക്കെ വെച്ചിട്ട് ബേക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പാനിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ബേക്കിംഗ് ടിന്നിൻ്റെ അടിയിൽ കുറച്ച് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കണം. അടിയിലും സൈഡിലും ഒക്കെ ഒന്ന് നല്ലപോലെ എണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ടിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, കേക്ക് പെട്ടെന്ന് അടിയിൽ നിന്ന് വിട്ട് ഇട്ടാനും വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതില്ലാത്തവരുണ്ടെങ്കിൽ നമ്മൾ എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ചൊരു മൈദപ്പൊടി ഒന്ന് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ തൂവി കൊടുത്താൽ മതി. ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക കേട്ടോ. ഇതിൽ എയറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാനും വേണ്ടിയിട്ടാണ്. നമ്മൾ എന്തിലാണോ ബേക്ക് ചെയ്യണത് അത് ആദ്യം ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കുക. എന്നിട്ട് വേണം നമ്മൾ കേക്ക് ടിന്ന് ഇതിൻ്റെ അകത്ത് ഇറക്കി വെച്ച് കൊടുക്കാൻ. ഞാനിപ്പോൾ ഒരു പാനിൽ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേക്ക് ടിന്ന് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ ഉപ്പ് ഇടണമെന്നൊന്നുമില്ല, ഉപ്പ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് പറ്റ ലോ ഫ്ലെയിമിലിട്ട് ഒരു 35-40 മിനിറ്റോളം ബേക്ക് ചെയ്യുക. നിങ്ങളുടെ പാനിൻ്റെ ചൂടിനനുസരിച്ചിട്ട് ടൈമിൽ മാറ്റം വരും കേട്ടോ. പിന്നെ ഒരു 30 മിനിറ്റോളം ഇതിൻ്റെ മൂടി തുറന്ന് നോക്കിയേ ചെയ്യരുത് കേട്ടോ. അങ്ങനെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കേക്കിൻ്റെ മുകൾ ഭാഗം കുഴിഞ്ഞിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ 30 മിനിറ്റ് നിങ്ങൾ തുറന്ന് നോക്കാണ്ട് ബേക്ക് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഈ കേക്കിനെ ചൂട് പോവാനായിട്ട് മാറ്റി വെക്കുക. അപ്പോഴേക്കിന് നമുക്ക് ഇതിലേക്ക് വേണ്ട ക്രീം ബീറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 200 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഒരു 1/2 മണിക്കൂറോളം പുറത്ത് വെച്ചതിന് ശേഷം യൂസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ ബട്ടറിനെ നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും. അതുവരേക്കും ഒരു 5 മിനിറ്റ് നിർത്താതെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് ഈ ബട്ടറിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഇതുപോലെ ഒരു വൈറ്റ് കളറായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര ചേർത്തതിന് ശേഷം വീണ്ടും ബീറ്റ് ചെയ്യുക കേട്ടോ. പഞ്ചസാരയും ബട്ടറും ഒക്കെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പാലും പിന്നെ കുറച്ച് പിങ്ക് ഫുഡ് കളറും ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ഫുഡ് കളർ ഓപ്ഷണലാണ്. പാൽ എന്തായാലും ചേർക്കണം, പിന്നെ ഫുഡ് കളർ ഓപ്ഷണലാണ്. ഇത് നിങ്ങളുടെ ക്രീമിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ.
അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ കേക്കിന് ആദ്യം ടിന്നിൻ്റെ അകത്തു നിന്ന് എടുക്കാൻ ഇതുപോലെ സൈഡ് ഒന്ന് ഒരു കത്തി ഉപയോഗിച്ചിട്ട് വിടിയിച്ചെടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലേക്ക് കമിഴ്ത്തി വെച്ചിട്ട് അങ്ങ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ കേക്ക് പെട്ടെന്ന് തന്നെ ടിന്നിൻ്റെ അകത്തുനിന്ന് വിട്ട് കിട്ടും. ഞാനിപ്പോൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബട്ടർ പേപ്പറും കൂടെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാണ്. പിന്നെ ചെയ്യേണ്ടത് കേക്കിൻ്റെ കട്ടിക്ക് അനുസരിച്ചിട്ട് ഇതിനെ 2 or 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഞാനിപ്പോൾ 2 ലെയർ ആയിട്ട് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് 3 ലെയർ വേണമെങ്കിൽ 3 ലെയറും ആക്കി കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ എടുക്കുക. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ഒരിത്തിരി വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തേന് കേട്ടോ. എന്നിട്ട് അത് കേക്കിൻ്റെ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്രീം ഇതിൻ്റെ മുകളിൽ നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ 2ാമത്തെ ലെയർ കേക്കും വെച്ച് കൊടുക്കുക. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ലെയർ എന്ന് വെച്ചാൽ നമ്മുടെ കേക്കിൻ്റെ താഴത്തെ ഭാഗമാക്കി വെക്കണം കേട്ടോ. എന്നാലേ കറക്റ്റ് ആ ഷേപ്പിൽ കേക്ക് കിട്ടുള്ളൂ. എന്നിട്ട് മൊത്തത്തിൽ കേക്കിനെ അങ്ങ് ക്രീം വെച്ച് കവർ ചെയ്യാം. ഇപ്പം ഞാൻ കേക്കിനെ മൊത്തത്തിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇതിനെ ഡിസൈൻ ചെയ്യാം. ഞാനിപ്പോൾ വെറും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനേ ചെയ്യണുള്ളൂ. ഇനി ഇതിനൊരു 10 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വാനില കേക്ക് ഉണ്ടാക്കാനുള്ള പണി വളരെ എളുപ്പമാണ്. ഫസ്റ്റായിട്ട് കേക്ക് ഉണ്ടാക്കുന്നവർക്ക് പോലും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു കിടിലൻ റെസിപ്പിയുമായിട്ട് കാണാം.